ഹലോ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോം ടാഗിനെ പറ്റിയിട്ടാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ എന്താണ് ഫോം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫോം ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഫോംസ് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോമിൻ്റെ കണ്ടിന്യൂഷനാണ്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഫോം കൺട്രോൾസ്. ഒരു ഫോമിൽ നമുക്കറിയാം കുറേ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടാണ് ലാസ്റ്റ് സബ്മിറ്റ് അല്ലെങ്കിൽ ക്യാൻസൽ ബട്ടണൊക്കെ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണത്. കാരണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പാസ്വേഡ് അടിക്കുന്നുണ്ട്, റേഡിയോ ബട്ടൺസ് ഉണ്ട്, മെയിൽ ഓർ ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് റൗണ്ടിലുള്ള കുഞ്ഞു ബട്ടണല്ലേ, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റണേ അങ്ങനെ റേഡിയോ ബട്ടൺസ് ഉണ്ട്, ചെക്ക് ബോക്സുകളുണ്ട്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ചോയ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും ടിക്ക് ചെയ്ത് പോകാനായിട്ട് ചെക്ക് ബോക്സസ് ഉണ്ട്. അതുപോലെയുള്ള കുറേ കൺട്രോൾസ് ഉണ്ട്. അപ്പോൾ ഫോം കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോമിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഫോം കൺട്രോൾസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഫോം കൺട്രോൾസ് ആയിട്ട് വരുന്നത് കുറച്ച് ഉണ്ട്. ഫോം കൺട്രോൾസ് ആയിട്ട് ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, അതിൽ ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, ടെക്സ്റ്റ് ഏരിയ, സെലക്ട് ബോക്സ്, സബ്മിറ്റ് ആൻഡ് റീസെറ്റ് ബട്ടൺ. ഇത്രയാണ് ഫോം കൺട്രോൾസായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. അതായത് ടെക്സ്റ്റ് ബോക്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂസർ നെയിം അടിക്കാൻ പറ്റും, നെയിം അടിക്കാൻ പറ്റും, അതുപോലെ പിൻ കോഡ് അടിക്കാൻ പറ്റും, അങ്ങനെ ഫോൺ നമ്പേഴ്സ് അടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ളതിനാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയാം. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എന്താ, പാസ്വേഡ് ബോക്സിൽ പാസ്വേഡായിരിക്കും നമ്മൾ അടിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ടൈപ്പ് ചെയ്യണത് മൊത്തം വേറൊരു ടൈപ്പിലാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുക, നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അതാണ് പാസ്വേഡ്. അതുപോലെ ചെക്ക് ബോക്സ് നമുക്ക് ഒരു സ്ക്വയർ ബോക്സാണ്, കുറേ ചോയ്സസ് ഉണ്ടാവും. അതിൽ കുറച്ചൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ റേഡിയോ ബട്ടൺ, അറ്റ് എ ടൈം ഒരെണ്ണേ അതിൽ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് റേഡിയോ ബട്ടൺ എന്ന് പറയുക, റൗണ്ടിലുള്ള ബട്ടൺസിന്. അതുപോലെ ടെക്സ്റ്റ് ഏരിയ, നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണതാണ് ടെക്സ്റ്റ് ഏരിയ, വലിയ ബോക്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്രസ്സൊക്കെ എഴുതുന്ന ബോക്സ് ടെക്സ്റ്റ് ബോക്സിനേക്കാളും കുറച്ച് വലുതായിരിക്കും, കുറച്ചുകൂടി ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെയാണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ സെലക്ട് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ ബട്ടൺസ് ഒക്കെ ഇല്ലേ, അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. സബ്മിറ്റും റീസെറ്റും, സബ്മിറ്റ് ചെയ്യാനും റീസെറ്റ് ക്ലിയർ ചെയ്യാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. വി ക്യാൻ ക്രിയേറ്റ് മോസ്റ്റ് ഓഫ് ദീസ് കൺട്രോൾസ് ഇൻ എനി HTML ഫോം യൂസിങ് ഇൻപുട്ട് ടാഗ്. നമുക്ക് ഒരു ഫോം ഉണ്ടാക്കാനായിട്ട് ഫോം ടാഗ് ഉണ്ട് നമ്മൾ പറഞ്ഞു. പക്ഷേ ഫോമിൽ ഇത്രയും ഫോം കൺട്രോൾസ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഫോം ടാഗ് മാത്രം നമുക്ക് പോരാ. നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നൊരു ടാഗ് കൂടെ ഫോമിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫോം കൺട്രോൾസിനെ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫോമിൽ നമ്മൾ ഇൻപുട്ട് കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ്. ഇനി ഇൻപുട്ട് ടാഗിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻപുട്ട് ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോമിൽ യൂസർ ഇൻപുട്ടുകളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്യണത്. അതുപോലെ ഇൻപുട്ട് ടാഗ് ഒരു എംപ്റ്റി ടാഗാണ്, ക്ലോസിങ് ടാഗ് ഇല്ല. അതുകൊണ്ട് ഇൻപുട്ട് എംപ്റ്റി ടാഗാണ്. അതുപോലെ ഇൻപുട്ടിന് മെയിനായിട്ട് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, കുറച്ചധികം ആട്രിബ്യൂട്ട് ഉണ്ട്. പക്ഷേ മെയിൻലി നമ്മൾ കൺട്രോൾസ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെയിൻ ആട്രിബ്യൂട്ടാണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ ഇൻപുട്ട് ടാഗിൻ്റെ ഉള്ളിൽ ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഫോമിൽ വരിക. ഇപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബോക്സ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ പാസ്വേഡ് ബോക്സ്, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ താഴെ ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻപുട്ട് ടാഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ആട്രിബ്യൂട്ട്സിൽ വരണത് ഫസ്റ്റ് വൺ ടൈപ്പ്. അപ്പോൾ ടൈപ്പ് എന്ന് പറയുന്നത് ഏത് കൺട്രോളാണ് പറയാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ടൈപ്പിന് ഇവിടെ താഴെ തന്നിരിക്കുന്ന വാല്യൂസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ആവും. ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ പാസ്വേഡ് ബോക്സ് വരും. അതുപോലെ ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് കൊടുക്കുകയാണെങ്കിൽ ചെക്ക് ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ടൈപ്പ് ഈക്വൽ ടു റേഡിയോ കൊടുക്കുകയാണെങ്കിൽ റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യും. ടൈപ്പ് ഈക്വൽ ടു റീസെറ്റ് ആണെങ്കിൽ റീസെറ്റ് ബട്ടൺ ആയിരിക്കും വരിക. ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് ആണെങ്കിൽ സബ്മിറ്റ് ബട്ടണാണ് വരിക.
ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ ആണെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടൺ ആയിരിക്കും വരിക. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിനെ സംബന്ധിച്ച് ഈ ടൈപ്പ് ആട്രിബ്യൂട്ട് അതിനെ സംബന്ധിച്ച് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാനുള്ളത് ഈ കൺട്രോൾസ് ഉണ്ടല്ലോ, ടെക്സ്റ്റ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ, റീസെറ്റ്, സബ്മിറ്റ് ബട്ടൺ. ഇതിൽ ഓരോന്നും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ചോദിക്കും. ഇപ്പോൾ ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ടൈപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ബോക്സ്. പാസ്വേഡ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന ക്യാരക്ടേഴ്സിന് ഒരു സ്റ്റാർ സിമ്പിൾ അല്ലെങ്കിൽ ഡോട്ട് സിമ്പിളായിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ അവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടെക്സ്റ്റ് ബോക്സും പാസ്വേഡ് ബോക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ സിമിലാരിറ്റി എന്താണെന്നൊക്കെ ചോദിക്കും. ടെക്സ്റ്റ് ബോക്സും പാസ്വേഡും സെയിം പർപ്പസ് തന്നെയാണ്, നമുക്ക് ടൈപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വിസിബിൾ ആയിരിക്കും. പാസ്വേഡ് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാവാൻ വിസിബിൾ ആയിരിക്കില്ല. അതാണ് വ്യത്യാസമുള്ളത്. അതുപോലെ ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് യെസ് ഓർ നോ വാല്യൂസാണ്. യൂസറിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് എൻ്റർ ചെയ്യാനായിട്ടാണ് ചെക്ക് ബോക്സ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മളുടെ നമുക്കറിയാവുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്കു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടെന്ന് വയ്ക്കുക. നമുക്കറിയുന്ന ഇതിൻ്റെ സൈഡിലുള്ള സ്ക്വയർ ബോക്സുകൾ മാത്രം നമുക്ക് ടിക്ക് ചെയ്താൽ മതി. അതൊന്നിൽ കൂടുതൽ ടിക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് യെസ് ഓർ നോ വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യാനാണ്. നമുക്ക് മൾട്ടിപ്പിൾ ചെക്ക് ബോക്സസ് ക്രിയേറ്റ് ചെയ്യാം, മൾട്ടിപ്പിളായിട്ട് നമുക്കതിൽ ടിക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് ചെക്ക് ബോക്സ് പോലെ തന്നെ യെസ് ഓർ നോ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനാണ്. പക്ഷേ സിംഗിൾ വാല്യൂ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെക്ക് ബോക്സ് റേഡിയോ ബട്ടണും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പോൾ ഒരു 4 ചെക്ക് ബോക്സും 4 റേഡിയോ ബട്ടനും ഉണ്ട്. ചെക്ക് ബോക്സിൽ നമുക്ക് 1, 2, 3, 4 ചെക്ക് ബോക്സുകളെ സെലക്ട് ചെയ്യാൻ പറ്റും. റേഡിയോ ബട്ടൺസ് ആണെന്നുണ്ടെങ്കിൽ 4 എണ്ണത്തിൽ നമ്മൾ ഏത് ക്ലിക്ക് ചെയ്താലും ആ ഒരു ഗ്രൂപ്പിൽ ഒരൊറ്റ റേഡിയോ ബട്ടൺ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. സിമിലാരിറ്റി പറയുന്നത് രണ്ടും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ റീസെറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോമിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ക്ലിയർ ആയി പോകും, ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അതിനാണ് റീസെറ്റ് ബട്ടൺ ഉള്ളത്. സബ്മിറ്റ് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോമിൽ എന്തൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ അതെല്ലാതും സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർവറിലേക്ക് പോകും. അതുപോലെ ജസ്റ്റ് ഒരു ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു പേര് എക്സാമ്പിൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോ ടു എന്നോ അങ്ങനെയൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു ബട്ടണുകളൊക്കെ ഉണ്ടാവില്ലേ വെബ്സൈറ്റിൽ. അപ്പോൾ അതുപോലെയുള്ള ബട്ടൺസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ഓക്കെ ബട്ടൺ അങ്ങനെയുള്ള ബട്ടണുകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്തെങ്കിലും ഒരു പർപ്പസ് ചെയ്യാനായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇനിയാണ് നമ്മൾ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്പ് ആട്രിബ്യൂട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോം കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇത്രയാണ് ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ, റീസെറ്റ്, സബ്മിറ്റ് ബട്ടൺ. ഇതാണ് ടൈപ്പ് ആട്രിബ്യൂട്ടിന് നമുക്ക് കൊടുക്കാവുന്ന വാല്യൂ. ഇവിടെ നോക്കുക, നമ്മളിങ്ങനെയാണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും അതിൻ്റേതായിട്ടുള്ള വാല്യൂസും കൊടുക്കുന്നത്. ഇതിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ബട്ടൺ കാണിക്കുന്നുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും വരിക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് അടിക്കുന്ന പോലെ ആയിരിക്കും വരിക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ ആണെങ്കിൽ ഇതാണ് റേഡിയോ ബട്ടൺ. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റീസെറ്റ് ആണെങ്കിൽ റീസെറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് ആണെങ്കിൽ സബ്മിറ്റ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് അതിൽ എൻ്റർ ചെയ്യാനായിട്ടുള്ളത് വരും. അപ്പോൾ ഇതാണ് ടൈപ്പ് ആട്രിബ്യൂട്ടും അതിൻ്റെ വാല്യൂസും. ഇനി നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് നെയിം. നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫോമിൽ 2-3 ടെക്സ്റ്റ് ബോക്സുകൾ, അതുപോലെ ചെക്ക് ബോക്സുകൾ മൾട്ടിപ്പിൾസ് ഉണ്ടാകും. റേഡിയോ ബട്ടൺസ് 1, 2, 3, 4 എത്ര വേണമെങ്കിലും ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനൊക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ടേ. ഇപ്പോൾ 2 ടെക്സ്റ്റ് ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ. ഒരു ടെക്സ്റ്റ് ബോക്സ് ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ടൈപ്പ് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, ഇത് ടെക്സ്റ്റ് ബോക്സ് ആണ്. പക്ഷേ 2-3 ടെക്സ്റ്റ് ബോക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിലോ അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ടൈപ്പ് മാത്രമല്ലേ ഉള്ളൂ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യുക, ഓരോന്നിനും നമുക്ക് പേരുകൾ കൊടുക്കാം. അപ്പോൾ നമുക്ക് യൂണീക്ക്ലി ഓരോന്നിനും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് എന്ന് കൊടുത്തു, വാല്യൂ ഈക്വൽ ടു ABCD എന്ന് കൊടുത്തു. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കൺട്രോളിൽ ഈ വാല്യൂവിൽ കൊടുത്തിട്ടുള്ള പേര് വരും. അതിൽ ആ ഒരു ഫോം കൺട്രോളിൽ കാണാൻ പറ്റും. ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, അതുപോലെ വാല്യൂ ഈക്വൽ ടു ABCD എന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വാല്യൂവിന് ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാല്യൂവിൽ നമ്മൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് ആ പെർട്ടിക്കുലർ കൺട്രോളിൽ കാണിക്കും. അതാണ് വാല്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ വാല്യൂ വെച്ചിട്ടാണ് ബട്ടൺ അങ്ങനെയൊക്കെ ഓരോന്ന് പേരൊക്കെ കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. അതുപോലെ സൈസ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫോം കൺട്രോൾസിൽ ഓരോന്നിൻ്റെയും വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈസ് ഉള്ളത്. നെക്സ്റ്റാണ് മാക്സ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഓരോ ക്യാരക്ടേഴ്സ്, എത്ര ക്യാരക്ടേഴ്സിന് ഒരു കൺട്രോളിൽ, ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിലും പാസ്വേഡ് ബോക്സ് ആണെങ്കിലും എത്ര ക്യാരക്ടേഴ്സിനതിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറയാനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലതിൽ നമ്മൾ പാസ്വേഡ് അടിക്കുമ്പോൾ പറയും 8 ക്യാരക്ടേഴ്സേ പാടുള്ളൂ എന്നൊക്കെ പറയും. അതവിടെ മാക്സ് ലെങ്ത്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻപുട്ട് ടാഗിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ്. അതിൽ ടൈപ്പിൻ്റെ വാല്യൂസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫോം കൺട്രോൾസ് യൂസ് ചെയ്തിട്ടൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിഗർ 5.24 നോക്കുക. ജസ്റ്റ് ഒരു നെയിം എൻ്റർ ചെയ്യാനുള്ള ബോക്സും പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ബോക്സും ക്ലിയർ ബട്ടണും സെൻഡ് ബട്ടണും ഉണ്ട്. സെൻഡ് ബട്ടൺ എന്ന് പറയുന്നത് സബ്മിറ്റ് ബട്ടനാണ്. സബ്മിറ്റിന് പകരം അവിടെ സെൻഡ്, അവിടെ പേര് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ടു ക്രിയേറ്റ് ആൻ HTML ഫോം, HTML ടാഗ്, ഹെഡ്, ടൈറ്റിൽ, ലോഗിൻ എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി ബോഡിയിൽ BG കളർ കൊടുത്തിട്ടുണ്ട്. BG കളർ പിങ്കാണ്. ഇനി നമുക്ക് ഫോമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ ഫോം ആക്ഷൻ ഈക്വൽ ടു ലോഗിൻ .php, മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. ഫോമിൻ്റെ ആട്രിബ്യൂട്ടാണ്. ഇത് രണ്ടും എന്തായാലും നമുക്ക് ആവശ്യമുള്ള ആട്രിബ്യൂട്ടുകളാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ലോഗിൻ .php എന്ന് പറയുന്ന ആ ഒരു ബാക്ക് ആൻഡ് കോഡിലേക്കായിരിക്കും നമ്മുടെ ഈ ഫോം പോകുന്നത്, സബ്മിറ്റായി പോകുന്നത്. മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് മെത്തേഡിലാണ് നമ്മുടെ ഫോംസ് അയക്കണത്. ഇനി P ടാഗ് യൂസ് ചെയ്തിട്ട് നെയിം കോളൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നെയിം കോളൻ അവിടെ വന്നു. ഇനി ഈ $NBSP സെമികോളൻ $NBSP അത് 3 കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്പേസ് വരാനാണ്. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെയും നെയിമിൻ്റെ ഇടയിലുള്ള സ്പേസ് ഇല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ് $NBSP. നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇതിനെ പറ്റിയിട്ട്. ഇനി നെയിം കഴിഞ്ഞ് നെയിമിൻ്റെ നേരെ എന്താ വരേണ്ടത്? ലോഗിൻ അല്ലേ. അപ്പോൾ ലോഗിൻ ആകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു യൂസർ നെയിം അടിക്കും, പിന്നെ പാസ്വേഡ് അടിക്കും അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ആണ് വരേണ്ടത്, നമുക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നെയിമിൻ്റെ താഴെ ഇൻപുട്ട്, ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം, സൈസ് ഈക്വൽ ടു 30, മാക്സ് ലെങ്ത്ത് ഈക്വൽ ടു 25. ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സ് ലെങ്ത്ത് 25 ആയിട്ടുള്ള, സൈസ് അതായത് വിഡ്ത്ത് 30 ആയിട്ടുള്ള, നെയിം ഫസ്റ്റ് നെയിം ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് അവിടെ ക്രിയേറ്റ് ആയി. ഇനി നെക്സ്റ്റ് P ടാഗിൽ അത് കഴിഞ്ഞ് ഇൻപുട്ട് കഴിഞ്ഞിട്ട് P ടാഗ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് P ടാഗ് ഓപ്പൺ ചെയ്തിട്ട് പാസ്വേഡ് കോളൻ നടിച്ചിട്ടുണ്ട്. ആ പാസ്വേഡ് അവിടെ വന്നു. പാസ്വേഡിൻ്റെയും അടുത്ത അതിൻ്റെ ബോക്സിൻ്റെയും ഫോം കൺട്രോളിൻ്റെയും അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ $NBSP കൊടുത്തിട്ടില്ല. അതിൻ്റെ താഴെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് വെച്ചു, നെയിം ഈക്വൽ ടു PSSWD ജസ്റ്റ് ഒരു പേര് കൊടുത്തു, സൈസ് 30 വെച്ചിട്ടുണ്ട്, മാക്സ് ലെങ്ത്ത് 25 വെച്ചിട്ടുണ്ട്. P ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് BR ടാഗ് വെച്ചേക്കാണ്. BR വെച്ചില്ലെങ്കിൽ നമ്മൾ ബാക്കി എന്ത് ഫോം കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്താലും നേരെ വരും. ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, നെയിം കഴിഞ്ഞിട്ടും പാസ്വേഡ് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ നെയിം കഴിഞ്ഞിട്ട് BR എന്താ വെക്കാത്തതെന്ന്. കാരണം രണ്ടും എഴുതിയിട്ടുള്ളത്, നെയിമും പാസ്വേഡ് എഴുതിയിട്ടുള്ളത് P ടാഗിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ 2 പാരഗ്രാഫിൽ ഉള്ള രീതിയിൽ അത് പാസ്വേഡ് നെയിമിൻ്റെ താഴെയായിരിക്കും വരിക. ഇനി P യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെയിം കഴിഞ്ഞ് ഇൻപുട്ട് ടാഗ് കഴിഞ്ഞിട്ട് അവിടെ BR വെച്ചാൽ പാസ്വേഡ് താഴെയാണ് വരിക, അല്ലെങ്കിൽ അതിൻ്റെ നേരെയായിരിക്കും വരിക. അപ്പോൾ പാസ്വേഡ് എഴുതി, അതിൻ്റെ താഴെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് കൊടുത്ത് നമ്മൾ പാസ്വേഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു, BR വെച്ചു. അതിൻ്റെ താഴെ കുറേ സ്പേസ് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് റീസെറ്റും സബ്മിറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ
കുറച്ചധികം ആംബർസൻ്റെ NBSP ടൈപ്പ് ചെയ്ത് നമ്മൾ എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം സ്പേസ് അവിടെ നീങ്ങി പോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റീസെറ്റ്, വാല്യൂ ഈക്വൽ ടു ക്ലിയർ. ഇപ്പോൾ മനസ്സിലായോ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് ഈക്വൽ ടു റീസെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീസെറ്റ് ബട്ടണായിരിക്കും വരിക. ആ റീസെറ്റ് ബട്ടണും എന്താ കാണിക്കേണ്ടത്, എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ക്ലിയർ എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് വാല്യൂ ഈക്വൽ ടു ക്ലിയർ എന്ന് കൊടുത്തത്. ഇനി അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ സെൻഡ് എന്ന് പറയുന്നൊരു ബട്ടൺ വരണം. അത് സബ്മിറ്റ് ബട്ടണാണ്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് വെച്ചു, വാല്യൂ ഈക്വൽ ടു സെൻഡ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഈ രീതിക്കാണ് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുക. ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ട് ഫോം കൺട്രോൾസ് യൂസ് ചെയ്തിട്ട് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് ഒരു കോഡ് കൂടി ഉണ്ട്. ഫിഗർ 5.25 നോക്കുക. ഇതിൽ സെക്സ് എന്ന് പറഞ്ഞിട്ട് 2 റേഡിയോ ബട്ടൺസ് ഉണ്ട്. ഹോബീസ് എന്ന് പറഞ്ഞിട്ട് 3 ചെക്ക് ബോക്സസും അതിൻ്റേതായിട്ടുള്ള ചോയ്സസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ടു ക്രിയേറ്റ് ആൻ HTML ഫോം വിത്ത് റേഡിയോ ബട്ടൺസ് ആൻഡ് ചെക്ക് ബോക്സസ്. HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ബോക്സ് ബട്ടൺ കൺട്രോൾ. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, BG കളർ അവിടെ കൊടുത്തിട്ടുണ്ട്, BG കളർ വന്നിട്ടുണ്ട്. ഇനി ഫോം ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഫോം കൺട്രോൾസ് അല്ലേ ഇതൊക്കെ. അപ്പോൾ ഫോം ടാഗ് എന്തായാലും വേണം. ഫോം ക്രിയേറ്റ് ചെയ്തു, ആട്രിബ്യൂട്ട്സ് ഒന്നും കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് BR വെച്ചിട്ട് സെക്സ് എന്ന് എഴുതി കോളൻ ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് സ്പേസ് വരാനായിട്ട് ആംപ്രസൻ്റ് NBSP യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 2 റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 2 ഇൻപുട്ടിൽ ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് പറഞ്ഞിട്ട് 2 വേണം. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, നെയിം ഈക്വൽ ടു സെക്സ്, വാല്യൂ ഈക്വൽ ടു മെയിൽ, എന്നിട്ട് മെയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ മെയിൽ എന്നവിടെ വരും. അതിന് തൊട്ട് മുന്നേ റേഡിയോ ബട്ടണും വരും. ആ ഫസ്റ്റത്തെ ആ റേഡിയോ ബട്ടൺ, മെയിൽ എന്ന് പറയുന്ന റേഡിയോ ബട്ടൻ്റെ നെയിം സെക്സ് എന്നാണ്, വാല്യൂ മെയിൽ എന്നാണ്. അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മെയിൽ എന്ന് പറയുന്നത് ഇൻപുട്ട് ടാഗിൻ്റെ പുറത്തുള്ള മെയിലാണ്. ഇനി നെക്സ്റ്റ് ഫീമെയിൽ എന്ന് പറയുന്നത് വരണം. അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, നെയിം ഈക്വൽ ടു സെക്സ്, വാല്യൂ ഈക്വൽ ടു ഫീമെയിൽ, എന്നിട്ട് ഫീമെയിലിന് എഴുതിയിട്ടുണ്ട്. ആ പുറത്ത് എഴുതിയിട്ടുള്ള ഫീമെയിലാണ് ഈ റേഡിയോ ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത്. റേഡിയോ ബട്ടൺ 2 ഉണ്ട്, മെയിലും ഫീമെയിലും. അത് ഒരൊറ്റ ഗ്രൂപ്പായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നെയിം എപ്പോഴും സെയിം ആയിട്ട് കൊടുക്കണം. ഇവിടെ 2 ഇൻപുട്ട് ബോക്സ്, 2 റേഡിയോ ബട്ടൻ്റെയും നെയിം സെയിം ആണ്, സെക്സ് എന്നാണ്. എന്നാലാണ് ഒരു സിംഗിൾ വാല്യൂവിനെ മാത്രമായിട്ട് എടുക്കുള്ളൂ. ഇത്ര അല്ലെങ്കിൽ 2 റേഡിയോ ബട്ടണും സെലക്ട് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് വരാറുണ്ട്. റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെയിം പലതരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അവിടെ 2 റേഡിയോ ബട്ടണാണ്. അപ്പോൾ നമ്മൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അടുത്തതും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് എത്രയൊക്കെ റേഡിയോ ബട്ടൺസ് ഉണ്ടോ അതിൻ്റെയൊക്കെ നെയിം സെയിം ആയിട്ട് അവിടെ കൊടുക്കണം, വാല്യൂ വ്യത്യാസമായിട്ട് കൊടുക്കണം. അത് ശ്രദ്ധിക്കുക. എന്നാലാണ് ഒരെണ്ണം മാത്രം സെലക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ മെയിൽ ഫീമെയിൽ റേഡിയോ ബട്ടൺസ് വന്നു. 2 BR ടാഗ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹോബീസ് എന്ന് പറഞ്ഞിട്ടൊരു സെമി കോളൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് അവിടെ വന്നു, ഹോബീസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ വരേണ്ടത് ചെക്ക് ബോക്സസ് ആണ്. അപ്പോൾ ചെക്ക് ബോക്സസ് ക്രിയേറ്റ് ചെയ്യാണ്. ആദ്യം ചെക്ക് ബോക്സ് വരണം, എന്നിട്ടാണ് അതിൻ്റെ ടെക്സ്റ്റ് വരേണ്ടത്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്, നെയിം ഈക്വൽ ടു ഹോബി, വാല്യൂ ഈക്വൽ ടു ഗെയിം, എന്നിട്ട് പ്ലേയിങ് ഗെയിംസ് എന്ന് കൊടുത്തു. അടുത്തതിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്, നെയിം ഈക്വൽ ടു ഹോബി, വാല്യൂ ഈക്വൽ ടു വാച്ചിങ് TV. അപ്പോൾ വാച്ചിങ് TV അവിടെ വന്നിട്ടുണ്ട്. അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്, നെയിം ഈക്വൽ ടു ഹോബി, വാല്യൂ ഈക്വൽ ടു റീഡിങ്, എന്നിട്ട് റീഡിംഗ് എന്ന് അവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതവിടെ വന്നിട്ടുണ്ട്. ചെക്ക് ബോക്സസ് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, നെയിം എപ്പോഴും സെയിം ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഫോം ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ്. നമ്മൾ ഫോം കൺട്രോൾസ് പറഞ്ഞപ്പോൾ ടെക്സ്റ്റ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, റീസെറ്റ്, സബ്മിറ്റ്, ബട്ടൺ എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ, പാസ്വേഡ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൽ ടെക്സ്റ്റ് ഏരിയയും സെലക്ട് ടാഗും ഉണ്ടായിരുന്നില്ല. കാരണം ടെക്സ്റ്റ് ഏരിയ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, കുറേ അധികം കണ്ടൻറ്റുകൾ എഴുതണമെങ്കിൽ, ഇപ്പോൾ അഡ്രസ്സുകളൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു ടെക്സ്റ്റ് ബോക്സ് പോലെ തന്നെ വലിയൊരു സാധനം വേണം.
അപ്പോൾ അത് ഒരിക്കലും നമുക്ക് ഇൻപുട്ട് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഉണ്ട്. അതുപോലെ ഡ്രോപ്പ് ഡൗൺ ബോക്സ്, ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് കുറേ ഓപ്ഷൻസ് വരണമില്ലേ, അതും നമ്മളുടെ ഇൻപുട്ട് ടാഗിൻ്റെ അല്ല. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള വേറെ ടാഗ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ടെക്സ്റ്റ് ഏരിയ ടാഗ്. ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്തിനായിരിക്കും? ടെക്സ്റ്റ് ഏരിയ കൺട്രോൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ടെക്സ്റ്റ് ഏരിയ എന്തായാലും യൂസ് ചെയ്യണത് കുറച്ചധികം ടെക്സ്റ്റുകൾ അല്ലേ, മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് ടെക്സ്റ്റ് ഒരു ഫോമിൽ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ഏരിയ യൂസ് ചെയ്യണത്. ഫോർ എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ അഡ്രസ്സസൊക്കെ ടൈപ്പ് ചെയ്യാൻ നമുക്കൊരു വലിയ ബോക്സ് തന്നെ വേണം. ഇവിടെ ഫിഗർ 5.26 എഴുതിയിട്ടുണ്ട്, വലിയൊരു ബോക്സ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് ടെക്സ്റ്റ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ആട്രിബ്യൂട്ടുകളുണ്ട്. അപ്പോൾ ആട്രിബ്യൂട്ടുകളാണ് നെയിം, റോസ്, കോൾസ്. ഇത്രയും ആട്രിബ്യൂട്ടാണ്. നെയിം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ടെക്സ്റ്റ് ബോക്സിന് ഒരു പേര് കൊടുക്കുന്നു. റോസ് എന്ന് പറയുന്നത് എത്ര റോസ് ആ ഒരു ടെക്സ്റ്റ് ഏരിയയിൽ വരണം. അതായത് ഇപ്പോൾ 10 കൊടുക്കുന്നതെങ്കിൽ 10 ലൈൻസ് ഓഫ് കോഡ് നമുക്ക് എഴുതാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് കോൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് എത്രത്തോളം ഓക്യുപ്പൈ ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതായത് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ആ ഒരു സൈസ്, ടെക്സ്റ്റ് ഏരിയയുടെ ഒരു സൈസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോസും കോൾസും ഒക്കെ ഉള്ളത്. ഇനി ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഏരിയ ഫിഗർ 5.26 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോം ആക്ഷൻ കൊടുത്തിട്ടുണ്ട്, മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഏരിയ ഓപ്പൺ ചെയ്തു. റോസ് ഈക്വൽ ടു 10, കോൾസ് ഈക്വൽ ടു 30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോസ് ഈക്വൽ ടു 10 കോൾസ് ഈക്വൽ ടു 30 കൊടുത്തപ്പോൾ ആ ടെക്സ്റ്റ് ഏരിയയുടെ ബോക്സിൻ്റെ സൈസ് ഒന്ന് നോക്കുക. റോസ് 10 കോൾസ് 30 കൊടുത്തപ്പോൾ. ഇനി നെയിം അഡ്രസ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റർ യുവർ അഡ്രസ്സ് എന്നൊരു ടെക്സ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. അത് മുകളിലായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ടെക്സ്റ്റ് ഏരിയ ക്ലോസ് ചെയ്യുക, ഫോം ക്ലോസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് എൻ്റർ യുവർ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് വന്നത്. അവിടെ ബ്ലാങ്ക് ആയിട്ട് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ ഫുൾ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് വരിക. ഇനി നെക്സ്റ്റാണ് സെലക്ട് ടാഗ്. സെലക്ട് ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. സെലക്ട് ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഡ്രോപ്പ് ഡൗൺ ബോക്സൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ നമുക്ക് മനസ്സിലായില്ലേ? ഒരെണ്ണം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നാഷണാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ താഴത്തേക്ക് ഇങ്ങനെ വരും, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ നിന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ അതിനെയാണ് ഡ്രോപ്പ് ഡൗൺ ബോക്സ് എന്ന് പറയുക. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഫോമിൽ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് സെലക്ട് ടാഗ്. ഇനി സെലക്ട് ടാഗിൽ നമ്മളൊരു ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് കുറേ ഇങ്ങനെ ലിസ്റ്റ് വരുന്നില്ലേ? ആ ലിസ്റ്റുകൾ ഓരോന്നും എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് ഓപ്ഷൻ എന്ന് പറയുന്നൊരു ടാഗ് കൂടിയുണ്ട്. അപ്പോൾ സെലക്ട് ടാഗിൻ്റെ കൂടെ ഓപ്ഷൻ എന്ന് പറയുന്ന ടാഗ് കൂടെ യൂസ് ചെയ്താലാണ് നമുക്ക് ഫുള്ളി ആ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി പറയാനുള്ളത് സെലക്ട് ടാഗ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. ടെക്സ്റ്റ് ഏരിയയും ഒരു കണ്ടെയ്നർ ടാഗാണ്. നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ടാഗ് ഒരു കണ്ടെയ്നർ ടാഗ് തന്നെയാണ്. അപ്പം ഇനി സെലക്ട് ടാഗിൻ്റെ കാര്യങ്ങൾ നോക്കാം. സെലക്ട് ടാഗ് എന്താണെന്ന് പറഞ്ഞല്ലോ, ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി സെലക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നെയിം, സൈസ്, മൾട്ടിപ്പിൾ. നെയിം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഡ്രോപ്പ് ഡൗൺ ബോക്സിന് ഒരു നെയിം കൊടുക്കാനായിട്ട്. സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സെലക്ട് ടാഗിൽ സൈസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ 3 ഓപ്ഷൻസ് അതിലുണ്ടാവാം. ആ ഒരു ലിസ്റ്റ്, താഴേക്ക് വരുന്ന ലിസ്റ്റിൻ്റെ സൈസ്, അതിൽ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് കൊള്ളും എന്ന് പറയാനാണ് സൈസ് ഉള്ളത്. നെക്സ്റ്റാണ് മൾട്ടിപ്പിൾ. മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ എലമെൻറ്റ്സിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ഒരെണ്ണം, ഇപ്പോൾ നാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ്, അതിൽ ഇന്ത്യ സെലക്ട് ചെയ്താൽ അത് അവിടെ സെലക്റ്റഡ് ആയി. പക്ഷേ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും കൂടെ യൂസ് ചെയ്യണത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ഒന്നിലധികം വാല്യൂസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അപ്പോൾ ഇത്രയാണ് സെലക്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്: നെയിം, സൈസ്, മൾട്ടിപ്പിൾ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് പറയുന്നുണ്ട്. ഓപ്ഷൻ എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് ഫസ്റ്റ് വൺ സെലക്റ്റഡ്. സെലക്റ്റഡ് എന്ന് പറയുന്നത് ഇപ്പം നാഷണാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ, ബ്രിട്ടീഷ്, ജർമ്മൻ, സ്പാനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അതിൽ ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ
ആ ഒരു ഓപ്ഷനെ നമ്മൾ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമ്മുടെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൻ്റെ മുകളിൽ വരുന്ന വാല്യൂ ആ സെലക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ഡീഫോൾട്ടായിട്ട് കാണിക്കുക. അപ്പോൾ അത് ഏതാണോ നമ്മുടെ ഓപ്ഷൻസ് ലിസ്റ്റിലെ അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലെ ഒരു വാല്യൂ അതിനെ ഡീഫോൾട്ടായിട്ട് കാണിക്കാനാണ് സെലക്റ്റഡ് ടാഗ് യൂസ് ചെയ്യണത്. പിന്നെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സിലുള്ള ലിസ്റ്റുകൾ, ഓപ്ഷൻസുകൾ അതിൽ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇന്ത്യക്ക് കറക്റ്റ് ഒരു വാല്യൂ ഉണ്ട്. ബ്രിട്ടീഷ് ആണെങ്കിൽ ബ്രിട്ടീഷിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഓരോ ഓപ്ഷൻസിനും ഓരോ ടൈപ്പ് വാല്യൂസ് കൊടുക്കാനാണ് നമുക്ക് വാല്യൂ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് സെലക്ട് ടാഗ് ഓർത്ത് വയ്ക്കുക. ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യണത്. സെലക്റ്റിനൊപ്പം ഓപ്ഷൻ എന്ന് പറയുന്ന ടാഗ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി ആ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെയും ആട്രിബ്യൂട്ട്സ് പറഞ്ഞിട്ടുണ്ടായി, അത് ശ്രദ്ധിക്കുക. ഇവിടെ ഫിഗർ 5.27 ഇതിലൊരു നാഷണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ടു ക്രിയേറ്റ് എൻ HTML ഫോം വിത്ത് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ബോഡി ടാഗിലൊരു BG കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോം ക്രിയേറ്റ് ചെയ്യാണ്. ഫോമിൽ ആക്ഷൻ കൊടുത്തിട്ടുണ്ട്, മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാഷണാലിറ്റി എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് അവിടെ വരണം. അപ്പോൾ B ടാഗ് ഓപ്പൺ ചെയ്തിട്ട് നാഷണാലിറ്റി എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് അവിടെ എഴുതി. അതിനുശേഷം നമുക്ക് വേണ്ടത് ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ടാഗ് ഓപ്പൺ ചെയ്തു. അതിൽ നെയിം = നാഷണാലിറ്റി എന്ന് വെച്ചു. ആ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സിൻ്റെ പേരാണ് നാഷണാലിറ്റി. അപ്പോൾ നെയിം നാഷണാലിറ്റി കൊടുത്തു. സൈസ് 1 എന്ന് കൊടുത്തു. ഇവിടെ സൈസ് 1ഉം ഇതിൻ്റെ ഉള്ളിൽ 4 വാല്യൂസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, നേരത്തെ സെലക്ട് ടാഗിൻ്റെ സൈസ് ആട്രിബ്യൂട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ സൈസ് എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സിൻ്റെ ലിസ്റ്റ്, ആ ഒരു ലിസ്റ്റിൻ്റെ സൈസ് പറയാനാണ്, അതിൽ എത്ര ഐറ്റംസ് കൊള്ളും എന്നുള്ളത് പറയാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ അത് നമ്മൾ സൈസ് = 3 വെക്കുകയാണെങ്കിൽ 3 എലമെൻറ്റ്സ് അതിൽ കൊള്ളും. പക്ഷേ സൈസ് നമ്മൾ 1 വെക്കുകയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രോളബിൾ പറയാനാണ്. ഇപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റിൽ എല്ലാതും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഓപ്ഷൻസിന് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നതുമുണ്ട്. അതും കൂടെ സ്പെസിഫൈ ചെയ്യാനാണ് സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉള്ളത്. അപ്പോൾ സൈസ് 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബോക്സ് ഇങ്ങനെ വരുന്നതെന്നുള്ളൂ, അതിന് സ്ക്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. 3 ആണെങ്കിലും നമുക്ക് ആ ഒരു 3 എലമെൻറ്റ്സിനെ ഉൾക്കൊള്ളുന്ന രീതിക്ക് ആ ഒരു ലിസ്റ്റ് വരും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ വലിയൊരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിൽ സ്ക്രോൾ ചെയ്യാനുള്ള രീതിക്കുള്ള ഒരു ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ അവിടേക്ക് വരാം. സെലക്ട് ബോക്സിൽ നെയിം നാഷണാലിറ്റിയും സൈസ് 1 വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് വാല്യൂസ് വരണം അല്ലേ, ലിസ്റ്റ് ഐറ്റംസ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ വാല്യൂ = ഇന്ത്യൻ സെലക്റ്റഡ്. അവിടെ സെലക്റ്റഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇന്ത്യൻ അവിടെ ഡീഫോൾട്ടായിട്ട് ആ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ തന്നെ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് വേറെ മാറ്റണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഇന്ത്യ എന്ന് പറയുന്ന വാല്യൂ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഓപ്ഷൻ വാല്യൂ = ബ്രിട്ടീഷ് വെച്ചു. ബ്രിട്ടീഷ് എന്ന് പറയുന്ന ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഓപ്ഷൻ വാല്യൂ = ജർമ്മൻ വെച്ചിട്ടുണ്ട്. ജർമ്മൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ വാല്യൂ = ശ്രീലങ്കൻ വെച്ചിട്ടുണ്ട്. ശ്രീലങ്കൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം സെലക്ട് ടാഗ് ക്ലോസ് ചെയ്യുക, ഫോം ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യുക.